ഹലോ, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. പിന്നെ ചെറിയൊരു ഹാഫ് ടൈം ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ മോൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മോൻ എണീറ്റ് പാലൊക്കെ കുടിച്ച് കിടക്കുകയാണ്. ഇനി ഉറങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ രാവിലെ എണീറ്റ് തന്നെ കുറച്ച് കളിച്ചടക്കലുണ്ട്. അപ്പോൾ അവന് കളിക്കുന്ന സമയം നമ്മളും കൂടെ വേണം. അപ്പോൾ ഞാനും അവനോരോ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചടക്കൽ കുറവാണ്. അപ്പം ഇനി കളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കാനുള്ള നേരമായിട്ടുണ്ട്. അപ്പം അവനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കുളിപ്പിക്കൽ അത്ര ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കുളിക്കലും നനക്കലും ഒക്കെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എന്നെ കേൾക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ കുളിക്കാൻ കൊണ്ടുപോകാന്ന് കണ്ടാൽ തന്നെ കരച്ചിൽ തുടങ്ങും. അപ്പം ഇന്ന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. കരച്ചിലൊക്കെ മാറ്റിയെടുത്തിട്ട് കുളിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇനി കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം നേരമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുഖത്തിൽ ഉറങ്ങാം കേട്ടോ. നമുക്ക് തന്നെ ഉണ്ടാവുമല്ലോ കുളിയൊക്കെ കഴിഞ്ഞ ഒരു ഉറക്കം വരില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക്. അപ്പോൾ അവർ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആവും എണീക്കാൻ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കാറ്. അപ്പോൾ അവനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം മനസ്സമ്മതത്തിൽ അപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ ഉമ്മ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ബീഫ് കിട്ടും. നമുക്ക് അങ്ങനെ നല്ല ബീഫ് കിട്ടാറ് കുറവാണ്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ കൊണ്ടുപോയിട്ട് മെഷീനിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മെഷീൻ വാഷേ നടക്കുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ എണീക്കുന്നതിന് മുന്നേ എല്ലാ പണികളും തീർക്കുന്നത് കൊണ്ട് നമ്മൾ കല്ലൊന്നും അലക്കാതെ ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അലക്കിയെടുക്കണ മെഷീനിനെ ശരണം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ മെഷീനിലിട്ടിട്ട് ഇനി അത് അലക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ ഡ്രസ്സും അലക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ്റെ എന്താ പറയുക, ഈ തുണികളൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യാറ്. കാരണം അതിൽ അപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ മെഷീനിൽ ഇടാറില്ല. അത് ഞാൻ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കാറാണ്. അപ്പോൾ ഞാൻ വാഷിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഉമ്മ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞു ഇങ്ങനെ നല്ല ബീഫ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്ച്ചോറൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ നെയ്ച്ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി റൂമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് കരുതി. ഉമ്മയുടെ പണിയിലാണല്ലോ. അപ്പോൾ തുണി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ച് വരാണ്. അധികം പൊടിയൊന്നുമില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം ചപ്പും പൊടിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ അടിച്ചുവാരി ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പോൾ നെയ്ച്ചോറ് കുറച്ച് ഇന്ന് വേവ് കൂടിയിട്ടുണ്ട്. വെള്ളം ഇട്ടിയിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു പണി നടക്കത്തില്ല. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുക നടക്കത്തുള്ളൂ. പിന്നെ അവന് ഉറങ്ങണമെങ്കിൽ കുറച്ച് ടൈം ആവും കേട്ടോ. കാരണം അവൻ ഉച്ചയ്ക്കൊരു 1:30 എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം കളിച്ച് കിടക്കും. പിന്നെ പാല് കുടിച്ചിട്ട് അങ്ങനെ കിടക്കും. പിന്നെ ഒരു 3:30 ആകുമ്പോഴേ അവന് കിടന്നുറങ്ങാറുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഹാഫ് ഇൻ മൈ ഡേ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.